മേരി അഥവാ മറിയം വ്യഭിചാരിണിയാണെന്ന് ജൂതൻ വിളിച്ചു പറഞ്ഞു. യേശുവിനെ അല്ലെങ്കിൽ ഈസാ നബി ഗർഭം ചുമന്നതിന്റെ പേരിൽ ആ ഗർഭിണിയായി വന്ന മറിയം അലിഹസ്സലാത്തു വസ്സലാമിനെ നോക്കി അവർ വ്യഭിചാരിണി എന്ന് വിളിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് ഇന്നുവരെ ആ ഈസാ അലിഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിനെ വ്യഭിചാരിണിയായി ചിത്രീകരിച്ചു, വേശ്യയായി ചിത്രീകരിച്ചു. മറിയമിന്റെ പേരിൽ അവർ ബുഹ്താൻ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ മറിയമിന്റെ മകൻ ഈസയെ കൊന്നു, അല്ലാഹുവിന്റെ റസൂലായ ഈസയെ കൊന്നു. ഖുർആന മറുപടി പറഞ്ഞു, ഒരിക്കലും ഈസാ നബിയെ കുരിശിലേറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ കുരിശിലേറ്റിയിട്ടില്ല, അദ്ദേഹത്തെ അവർ വധിച്ചിട്ടുമില്ല, അതിനവർക്ക് കഴിഞ്ഞിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സദൃശ്യപ്പെടുത്തിയതാണെന്ന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി, ഈസാ നബിയുടെ മാതാവിന് വേണ്ടി ജൂതന്മാർ പറഞ്ഞു പരത്തിയ കൊള്ളരുതായ്മകളുടെ പേരിൽ അതിന് മുഴുവനും മറുപടി പറഞ്ഞൊരു വേദഗ്രന്ഥത്തിന്റെ പേരാ ഖുർആൻ. ഈസാ നബിയുടെ പേരിൽ പറഞ്ഞു പരത്തിയ കളവുകൾ, ഈസാ നബിയുടെ ഉമ്മയുടെ പേരിൽ പറഞ്ഞു പരത്തിയ കളവുകൾ, ആ കളവുകൾക്ക് ഖുർആൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുത്തു. ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മറിയം ബീവിയും പരിശുദ്ധപ്പെടുത്തി. ആര്? വിശുദ്ധ ഖുർആൻ. മനസ്സിലാക്കണം. കാരണം ഈസാ നബിയുടെ പേരിലും ഈസാ നബിയുടെ ഉമ്മയുടെ പേരിലുമാണ് ലോകത്ത് വലിയൊരു വിഭാഗം ആളുകൾ കുഫറിലേക്ക് വീണുപോയത്. ഒരു ഭാഗത്ത് അവരെ എതിർത്തുകൊണ്ട് കടന്നു വന്ന ആളുകൾ, വേശ്യയെന്ന് മറിയം ബീവി വിളിച്ച് കടന്നു വന്ന ആളുകൾ, ഖുർആൻ അവർക്ക് മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലും മറിയം അലൈഹിസ്സലാം വ്യഭിചരിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ മറിയം ബിബി അഡ്രസ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു വാചകമാണ് അഹ്സനത് ഫർജഹ, അവർ പരിശുദ്ധയായിരുന്നു. അതുകൊണ്ട് ലോകത്ത് വിശ്വാസികൾക്കുള്ള മാതൃകയായി അള്ളാഹു 2 സ്ത്രീകളെ അവതരിപ്പിച്ചപ്പോ, ഒന്ന് ഫറോവയുടെ ഭാര്യ ഇംറഅതു ഫിർഔൻ, ഫറോവയുടെ ഭാര്യ വിശ്വാസികളുടെ മാതൃകയാണ് എന്ന് പറഞ്ഞു. 2 വമറിയം ബനത്ത് ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ, ചാരിത്രം കാത്തു സൂക്ഷിച്ച് പതിവ്രതയായി പരിശുദ്ധയായി ജീവിച്ച മേരി, മറിയം എന്ന് ഖുർആൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ലോകത്ത് യഹൂദികൾ യേശുവിന്റെ പേരിലും യേശുവിന്റെ മാതാവിന്റെ പേരിലും പറഞ്ഞു വരത്തിയ അപരാധം ഖുർആൻ ഏറ്റുപിടിച്ചില്ല. ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു ജനതയോടുള്ള വെറുപ്പിന്റെ പേരിൽ ഇതാ അവരുടെ ശത്രു ശത്രുവിന്റെ ശത്രുമിത്രം എന്ന നിലപാട് ഖുർആൻ സ്വീകരിച്ചില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ജൂതന്മാരെ ഗണ്ണിച്ചിട്ട് പറഞ്ഞു, ഇല്ല, അവര് വ്യഭിചരിച്ചിട്ടില്ല, വ്യഭിചാരിണിയല്ല. ഇത് അത്ഭുതമാണ്, വിശുദ്ധ ഖുർആന്റെ അത്ഭുതമാണ്. ഈ അടുത്ത കാലഘട്ടത്ത് ദീനിലേക്ക് കടന്നു വന്ന വിശുദ്ധ ഇസ്ലാം പുൽകിയ ഒരു ക്രൈസ്തവ സഹോദരി പറഞ്ഞൊരു ന്യായമുണ്ട്. അവരുടെ ഇസ്ലാം അത് സ്വീകരിച്ചതിന്റെ ന്യായമായി അവർ പറഞ്ഞൊരു വാചകമുണ്ട്. അവർ പറഞ്ഞത്, എന്നെ ചിന്തിപ്പിച്ചത് മേരിയാണ്, മറിയമാണ്. കാരണം ബൈബിൾ പറയുന്നു, വേദങ്ങൾ പറയുന്നു, ചരിത്രം പറയുന്നു, ജൂതന്മാർ മേരിയെ വ്യഭിചാരിണി എന്ന് വിളിച്ചു, വ്യഭിചാരിണിയായി മുദ്രകുത്തി. സ്വാഭാവികമായും അവിടെ സംശയമുണ്ട്. തോറയിൽ ഒരു നിയമമുണ്ട്, ഒരു നാട്ടിലെ ഒരു സ്ത്രീ വ്യഭിചരിച്ചാൽ അല്ലെങ്കിൽ ഒരു ആണോ പെണ്ണോ വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണമെന്ന നിയമമുണ്ട് തോറയിൽ. സ്വാഭാവികമായും മേരിയെ നോക്കി അവർ വിചാരണി എന്ന് വിളിച്ചുവെങ്കിൽ എന്തുകൊണ്ട് തോറയുടെ നിയമം മേരിയുടെ മേൽ നടപ്പാക്കിയില്ല എന്ന ഒരു സംശയം, അതിന് ഉത്തരം തേടിയാണ് ഞാൻ ഇസ്ലാമിൽ എത്തിയത് എന്ന് അവർ വ്യക്തമാക്കുകയാണ്. അവർ ഇന്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ഖുർആൻ മറുപടി കിട്ടിയോ? അവർ പറഞ്ഞു, മറുപടി കിട്ടി. എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ നിങ്ങൾക്ക് മറുപടി കിട്ടിയത്? അവർ പറഞ്ഞു, മറിയമിൽ നിന്ന്. സൂറത്ത് മറിയം, മേരി എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഖുർആനിൽ, ആ അധ്യായത്തിൽ നിന്നാണ്. അവിടെ എവിടെയാ മറുപടി ഉള്ളത്? വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് അവർ കാണിച്ചു കൊടുത്തു തന്റെ ഇന്റർവ്യൂ ചെയ്ത ആളുകൾക്ക്. മറിയം അലൈഹിസ്സലാം ഗർഭം ധരിച്ചിട്ട് നാട്ടിലേക്ക് ഇറങ്ങി, ആളുകൾ അറിഞ്ഞു, അവര് പ്രസവിച്ചു. മാത്രമല്ല ആളുകൾ അവരുടെ കൂടെ അവരുടെ ചുറ്റും ഓടിക്കൂടിയിട്ട് മേരി അവർ ചോദ്യം ചെയ്തു. എന്താ അവർ ചോദിച്ചത്? വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, യാ മറിയം ലഖദ് ജിഇതി ശൈഅൻ ഫരിയ യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗ വമാ കാനത് ഉമ്മുകി ബഗിയ. മേരി, മറിയമേ, നിന്റെ വാപ്പ കൊള്ളരുതാത്തൊരു മനുഷ്യനല്ലല്ലോ, നിന്റെ ഉമ്മ കൊള്ളരുതാത്തൊരു സ്ത്രീയല്ലല്ലോ, നീ നല്ല കുടുംബത്തിൽ പിറന്നവളല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് നീ ഈ പണി ചെയ്തു എന്ന് നാട്ടുകാർ ചുറ്റും കൂടി വിചാരണ ചെയ്തപ്പോ വിശുദ്ധ ഖുർആനാണ് ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഫഅശാറത് ഇലൈഹി, അവർ ആ കുട്ടിയെ ചൂണ്ടി നിന്നു.
ആ കുഞ്ഞിനെ ചൂണ്ടി നിന്നു, താൻ പ്രസവിച്ച കുഞ്ഞിനെ ചൂണ്ടി നിന്നു. അവർ ചോദിച്ചു, ഖാലു, എന്താ ഈ കാണിക്കുന്നത്? കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി എന്തു പറയാനാ ഞങ്ങളോട്? ആ കുട്ടി എന്തിനാ നീ ചൂണ്ടുന്നത്? അപ്പോഴാണ് അത്ഭുതകരമായി ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ. അത്ഭുതകരമായി ആ കുട്ടി തൊട്ടിലിൽ കിടന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ കുട്ടി പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, അല്ലാഹ് എനിക്ക് വേദഗ്രന്ഥം നൽകി. വജഅലനി നബിയ്യ, അല്ലാഹ് എന്നെ നബിയാക്കി. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കി മാറ്റി. എന്നിട്ട് ആ സ്ത്രീ പറയുന്നത്, ദീൻ സ്വീകരിച്ചവർ പറയുന്നത്, അന്ന് ആ തൊട്ടിലിൽ കിടന്ന് കുട്ടി സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർ മേരി എറിഞ്ഞുകൊള്ളുമായിരുന്നു, തോറയുടെ നിയമം നടപ്പാക്കുമായിരുന്നു. അപ്പോ എന്തുകൊണ്ട് വ്യഭിചാരിണി എന്ന മറിയത്തെ വിളിച്ച ആളുകൾ തോറയിലെ നിയമം അവരുടെ കാര്യത്തിൽ നടപ്പാക്കിയില്ലെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ്, വിശദീകരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്നൊരു ഇസ്ലാം വിമർശകനുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ലോകത്ത് ഖുർആനിലല്ലാതെ ഒരു ചരിത്ര ഗ്രന്ഥത്തിലോ വേറൊരു ഗ്രന്ഥത്തിലോ ഇത്തരം ഒരു പരാമർശം ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്തിനാ അദ്ദേഹം പറയുന്നത്? ഇതിനൊരു റെഫറൻസ് ഇല്ല ഖുർആനല്ലാതെ. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പറയാണ്, ഖുർആനല്ലാതെ വേറൊരു ചരിത്ര ഗ്രന്ഥത്തിലോ മറ്റെവിടെങ്കിലുമോ ഇത് രേഖപ്പെടുത്തിയത് ഞാൻ കാണുന്നില്ല, അതിനൊരു റെഫറൻസ് ഇല്ല, അതുകൊണ്ട് അത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഒരു ഭാഗത്ത് കൊണ്ട് ഈ വിശുദ്ധ ആയത്തുകളെ തള്ളാൻ ശ്രമിക്കുമ്പോ മറുഭാഗത്ത് ബൈബിള് പഠിച്ച ആളുകൾ, ക്രൈസ്തവനായി ജീവിച്ച ആളുകൾ, അവര് വിശുദ്ധ ഖുർആന്റെ ഈ പരാമർശം കണ്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം ഇത് കൃത്യമായ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഇത് ഖുർആനാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ രൂപത്തിൽ മറിയമിന്റെ പരിശുദ്ധി ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. ആരാണ് ഈസാ അലൈഹിസ്സലാം? തെറ്റിദ്ധരിച്ച മനുഷ്യർ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുരിശിലേറ്റി എന്ന് പറഞ്ഞ ആളുകൾ, അവർക്ക് ഖുർആൻ മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലും അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടില്ല, അദ്ദേഹം ഉയർത്തിയതാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നഹു ലഇൽമുൽ ലിസ്സാ, അദ്ദേഹം ലോകാവസാനത്തിന്റെ അറിയിപ്പാണ്. മറ്റൊരു ഖിറാഅത്ത് പ്രകാരം വഇന്നഹു ലഅലമുൽ ലിസ്സാ, അദ്ദേഹം ലോകാവസാനത്തിന്റെ അടയാളമാണ്. അപ്പൊ വളരെ കൃത്യമായി ആ സംശയത്തിന് മറുപടി കൊടുത്തു ഖുർആൻ. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെയായി മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരിക്കലും അദ്ദേഹം ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവത്തിന്റെ അവതാരവുമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു വേദക്കാരെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മർയമ റസൂലുള്ളാഹ് വകലിമതുഹു അൽഖാഹ ഇലാ മർയമ വറൂഹും മിൻഹു. മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ്, ഖലിമത്താണ്, അല്ലാഹുവിന്റെ ഖലിമത്താണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇപ്പോൾ വാപ്പയില്ലല്ലോ, സംശയിക്കണ്ട. ഖുർആൻ പറഞ്ഞു, ഈസാ നബിയുടെ ഉപമ കമത്തലി ആദം, ആദമിനെ പോലെയാണ്. വാപ്പയില്ലാതെ കുട്ടി ജനിച്ചു എന്ന് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഖലിമത്താണ് അദ്ദേഹം എന്ന് പറയുമ്പോ അദ്ദേഹം ദൈവമാൻ തെറ്റിദ്ധരിക്കണ്ട. ഈസാ നബിയുടെ ഉപമ കമത്തലി ആദം, ആദമിന്റെ ഉപമ പോലെയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് വാപ്പയില്ല, ഉമ്മയില്ല. അപ്പോ ദൈവപുത്രനാകാൻ അവകാശപ്പെട്ട ഒരാള്, പിതാവില്ലാതെ ജനിച്ചതിന്റെ പേരിൽ അവകാശപ്പെട്ട ഒരാളുണ്ടായിരുന്നെങ്കിൽ വാപ്പ ഇല്ല, അദ്ദേഹം പിതാവിന്റെ സാന്നിധ്യത്തിൽ ഉമ്മയുടെ സാന്നിധ്യം മാത്രമുണ്ടായിടത്ത് ജനിച്ച ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആണോ? ഉപ്പയുമില്ല, ഉമ്മയുമില്ല. കമസലി ആദം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പോലെയാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ആ സംശയത്തിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് ഫആമിനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകനിലും വിശ്വസിക്കൂ. വലാ തഖൂലു സലാസ, നിങ്ങൾ ഒരിക്കലും ത്രിത്വം എന്ന് പറയരുത്, ത്രിത്വം എന്ന് പറയരുത്. അതുകൊണ്ട് ഇൻദഹു ഖൈറൻ ലക്കും, ഈ വാദം നിങ്ങൾ ഉപേക്ഷിക്കുക, ഈ വാദം നിങ്ങൾ ഉപേക്ഷിക്കുക. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, അല്ലാഹു ഏക ഇലാഹാണ്, സുബ്ഹാനഹു, അവൻ പരിശുദ്ധനായിരിക്കുന്നു. ഏത് വിഷയത്തിൽ? അയ്യകൂന ലഹു വലദ്, അവന് ഒരു സന്താനമുണ്ടാവുക എന്ന കാര്യത്തിൽ അല്ലാഹു പരിശുദ്ധനാണ്. ലം യലിദ് വലം യൂലദ്, അവന് മക്കളില്ല, സന്താനത്തെ ഉൽപ്പാദിപ്പിക്കില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരാൾക്കൊരു കുട്ടി ഉണ്ടായാൽ തന്റെ സവിശേഷതകൾ കുട്ടിയിലേക്ക് വരും. ഏകൻ എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകും.
ഏകൻ എന്നുള്ളത് ഇതാ ബഹുത്വത്തിലേക്ക് മാറും. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനഹു അയ്യകൂന ലഹു വലദ്, അള്ളാഹുവിന് സന്താനമുണ്ടാവുക എന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീല. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അപ്പോ വിശ്വാസപരമായി ഒരു സമൂഹത്തിന് വൈകല്യം സംഭവിക്കാൻ പോലും കാരണമായ ഒരു ആശയഗതി, തെറ്റായ ആശയത്തെ തിരുത്തി വിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു, അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖറ, ഒരുത്തന്റെ പാപഭാരവും മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഏതൊരുത്തനും അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. വഅന്ന സഅയഹു സൗഫ യുറാ, ഏതൊരുത്തനും അവന്റെ അധ്വാനം, അവന്റെ പരിശ്രമം, അവൻ നേടിയത് നാളെ ആഖിറത്തിൽ അവൻ കാണേണ്ടി വരും എന്ന അടിസ്ഥാനപരമായ ആശയം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നമ്മുടെ വിശ്വാസപരമായ ഉറപ്പിനും നമ്മുടെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ സാമൂഹികമായ മാറ്റത്തിനുമൊക്കെ ഉപകരിക്കുന്ന ഒരു വലിയ ആശയതലമാണ് ഖുർആൻ നമുക്ക് കൈമാറി തരുന്നത് എന്ന് ഉൾക്കൊള്ളുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ നിലവിലുള്ള ഡിസംബറിന്റെ ഈ വെള്ളിയാഴ്ചയുടെ ഈ നേരത്ത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ദീനിന്റെ യഥാർത്ഥമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് അതിന്റെ അഹ്ലുകാരായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന والمسلمين أجمعين واستغفروه إنه هو الغفور الرحيم.